കനാലിന്റെ പേരിൽ ട്രംപിന്റെ മുന്നറിയിപ്പിനെ തള്ളി പനാമ പ്രസിഡന്റ് ഹോസെ റൗൾ മുളീനു. പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നായിരുന്നു യുഎസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ഇതിനെതിരെയാണ് പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. പനാമ കനാലിന്റെ ഓരോ ചതുരശ്ര മീറ്ററും അനുബന്ധ മേഖലയും പനാമയുടേതാണ്. അത് അങ്ങനെ തന്നെ തുടരും. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും വിട്ടുവീഴ്ചയ്ക്കുള്ളതല്ല. ലോകത്തെവിടെയാണെങ്കിലും പനാമയുടെ പൗരന്മാർ ആ വികാരം ചങ്കിൽ കൊണ്ടു നടക്കുന്നവരാണ്. അത് തങ്ങളുടെ പോരാട്ട ചരിത്രത്തിന്റെ ഭാഗമാണ്. മാറ്റാനൊക്കാത്ത പോരാട്ടമാണെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ മുളീനു വ്യക്തമാക്കി. പനാമ കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അന്യായ നിരക്ക് ഈടാക്കുന്ന നടപടി നിർത്തണമെന്നാവശ്യപ്പെട്ട കൂട്ടത്തിലാണ് കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ട്രംപ് പനാമയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. കനാലിലൂടെ പോകുന്നതിന് യുഎസ് കപ്പലുകൾക്ക് പനാമ നിരക്ക് ഉയർത്തിയിരുന്നു. ഇതോടെയാണ് സഖ്യരാജ്യമായ പനാമയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. മുളീനോയുടെ കുറിപ്പിന് ട്രൂത്ത് സോഷ്യൽ എന്ന സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് നൽകിയ മറുപടി നമുക്കത് കാണാമെന്നായിരുന്നു. പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ തിരക്കേറിയ കപ്പൽ പാതയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയിലെ കനാൽ. 1914 യുഎസ് പനാമ കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1977 പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒപ്പുവെച്ച കരാറിലൂടെ കനാലിന്റെ നിയന്ത്രണം പനാമയ്ക്ക് നൽകുകയായിരുന്നു. 1999 കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായും പനാമ ഏറ്റെടുത്തു. ലോകത്ത് നടക്കുന്ന ചരക്കു ഗതാഗതത്തിൽ വർഷം 14,000 എണ്ണം പനാമ വഴിയാണ്. ആകെയുള്ള വ്യാപാരത്തിന്റെ 6% ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പ്രസിഡന്റ് പദവി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പനാമയുടെ നിയന്ത്രണം യുഎസ് ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന പനാമ പ്രസിഡന്റ് ഹോസെ റൗൾ മുളോനിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പനാമയോട് വേണ്ട ഭീഷണിയെന്ന് മുളീനോ തുറന്നു പറഞ്ഞു. പനാമയുടെ ഓരോ ചതുരശ്ര മീറ്ററും അനുബന്ധ മേഖലകളും തങ്ങളുടേതാണ്. അത് അങ്ങനെ തന്നെ തുടരും. പനാമയുടെ സ്വാതന്ത്ര്യമോ പരമാധികാരമോ ആർക്കു മുൻപിലും അടിയറവ് വെച്ചതല്ല. പനാമ എന്ന വികാരം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് തങ്ങളുടെ ജനങ്ങളെന്നും പനാമ ട്രംപിന് മറുപടി നൽകി. പനാമ കനാലിലൂടെ കടന്നുപോകുന്ന യുഎസ് കപ്പലുകൾക്കടക്കം അമിത നിരക്ക് ഈടാക്കിയിരുന്നു. ഇതാണ് ട്രംപിന്റെ പ്രസ്താവനയിലേക്ക് നയിച്ചത്. സഖ്യരാജ്യം കൂടിയായ പനാമയുടെ എക്സിലുള്ള പ്രതികരണത്തിന് ട്രൂത്ത് സോഷ്യൽ എന്ന സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് മറുപടിയും നൽകി. ലോക വ്യാപാരത്തിന്റെ ആണിക്കല്ലായ കപ്പൽ പാതയെ ചൊല്ലിയുള്ള യുഎസ് പനാമ വിവാദം മറ്റ് ലോക രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. തെറ്റായ കൈകളിൽ കനാലിനെ എത്തിക്കാൻ താൻ അനുവദിക്കില്ലെന്നും കനാൽ ചൈന കൈകാര്യം ചെയ്യരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പനാമ കനാൽ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് യുഎസ് ആണ്. അതിനു ചുറ്റുമുള്ള പ്രദേശം പതിറ്റാണ്ടോളം നിയന്ത്രിച്ചിരുന്നതും യുഎസ് തന്നെയാണ്. 1999 പനാമയ്ക്ക് കനാലിന്റെ സമ്പൂർണ്ണ അധികാരം യുഎസ് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.